ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. എനിക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കണം എന്നുണ്ട്. യൂട്യൂബിനെ കുറിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. എനിക്ക് യൂട്യൂബിനെ കുറിച്ച് കുറച്ചും കൂടി അറിയണമെന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ട്. ഗൈസ്, ലൈറ്റിന് ചെറിയ പ്രശ്നമുണ്ട്, നല്ല മഴക്കാറുള്ളത് കൊണ്ടാട്ടോ. അപ്പോൾ യൂട്യൂബിനെ കുറിച്ച് കുറച്ചും കൂടി എനിക്ക് പഠിക്കണമെന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ എൻ്റെ കോൺടാക്റ്റ് നമ്പർ എന്തായാലും ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. എനിക്ക് അത്യാവശ്യം കുറച്ച് അറിയുള്ളൂ, അപ്പോൾ അല്ലാണ്ടൊന്നും എനിക്ക് യൂട്യൂബിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അറിയണമെന്നുണ്ട്, എങ്ങനെയൊക്കെ വീഡിയോസ് ഇടണം. പിന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റ് വന്നു, സിനാനെ നീ പെട്ടെന്ന് തന്നെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്യാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണമെന്നുണ്ട്. അറിയുന്നവരുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ ഞാനായിട്ടൊന്ന് വിളിക്കുക. എൻ്റെ നമ്പർ എന്തായാലും അവിടെ കൊടുക്കാം. എനിക്ക് അതൊക്കെ ഒന്ന് ചെയ്യണം, പെട്ടെന്ന് ചെയ്യണം എന്നുണ്ട്, ആഗ്രഹമുണ്ട്. അപ്പോൾ അത് പറയണമെന്നുണ്ടായിരുന്നു നിങ്ങളോടൊക്കെ. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ വീഡിയോ എടുത്തത് തന്നെ. പിന്നെ എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. വീട്ടിൽ ഉമ്മ, വാപ്പ, പിന്നെ ഇക്ക, പിന്നെ ഞങ്ങൾ 4 ആളാണ് വീട്ടിലുള്ളത്. എനിക്ക് മൂത്ത ആളുണ്ട്, ടൈൽസിൻ്റെയും പെയിൻറ്റിങ്ങിന് വർക്കാണ്, അഷ്റഫ് എന്നാണ് പേര്. പിന്നെ ഉമ്മയുടെ പേര് സുലൈഖ എന്നാണ്, വാപ്പാൻ്റെ പേര് ഉമ്മർ എന്നാണ്. വീട് എവിടെയെന്ന് കുറേ പേര് ചോദിക്കുന്നത്. ഗൈസ്, വീട് പാലക്കാട് ജില്ലയിൽ പത്തിരിപ്പാലം, ഒറ്റപ്പാലം പാലക്കാട് റൂട്ടിന് പത്തിരിപ്പാലം പറഞ്ഞ സ്ഥലത്താണ്. പത്തിരിപ്പാലിൽ നിന്ന് വരണം, പത്തിരിപ്പാലിൽ നിന്നൊരു 5-6 കിലോമീറ്റർ ഉള്ളിലോട്ട് വരണം. നെല്ലിക്കാട് പറഞ്ഞ സ്ഥലത്താണ് വീട്. നെല്ലിക്കാട് പറഞ്ഞാൽ എല്ലാവരും ഫേമസ് ആണ്, ഇപ്പോൾ അവിടെയാണ് വീടുള്ളത്. നെല്ലിക്കാട് വന്ന് ചോദിച്ചാൽ എൻ്റെ വീട് ആരും പറഞ്ഞുതരും. അപ്പോൾ അതൊക്കെ ഒന്ന് പറയുന്നത്. പിന്നെ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ഫസ്റ്റ് വന്ന കമൻറ്റ്, ഫസ്റ്റായിട്ട് ഇട്ട് ഒരു 5 മിനിറ്റ് ആവുന്നതിന് മുന്നേ ഫസ്റ്റ് വന്ന കമൻറ്റ്, ഷാജിദ വിളിക്കാറുണ്ടോ? ഗൈസ്, അവൾ എന്തിനെന്നെ വിളിക്കണം? അവൾ എൻ്റെ ആരാ? അവൾ എൻ്റെ ആരുമല്ല, പിന്നെ എന്തിനാ ഞാൻ അവളെ വിളിക്കണം? അവൾ എന്നെ വിളിക്കണം. ഞാൻ അവൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. പിന്നെ എന്തിനു വിളിക്കണം അവളായിട്ട്? ആ ബന്ധമൊക്കെ എന്നോ മുറിച്ചിട്ട ബന്ധങ്ങളാണ്, അതായിട്ട് ഞാനൊരു കോണ്ടാക്റ്റും ഇല്ല. പിന്നെ അവളുടെ ഉമ്മ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഉമ്മയുടെ വീട്ടിലുണ്ട്, അവളുടെ ഉമ്മയുടെ വീട്ടിൽ തന്നെ അവളുടെ ഉമ്മ ഉണ്ട്. എൻ്റെ വീട്ടിലായിരുന്നു, 2-3 മാസം എൻ്റെ വീട്ടിലായിരുന്നു. അവൾ പോയതിൻ്റെ ശേഷം ആ വീട്ടിലുണ്ട്, കുഴപ്പമില്ല, സെറ്റാണ്. അനിയത്തിമാരൊക്കെ വരാറുണ്ടോ ചോദിക്കുന്നത്, അനിയത്തിമാരൊക്കെ വരാറുണ്ട്, എല്ലാവരും സെറ്റാണ്, ആർക്കും കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇൻസ്റ്റ ഐ ഡി ചോദിക്കുന്നുണ്ട് കുറേ പേര്. ഇൻസ്റ്റ ഐ ഡി എന്തായാലും ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുമ്പോൾ എന്തായാലും ഇൻസ്റ്റ ഐ ഡി ഞാൻ തരുന്നുണ്ട്, അതിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുക്കണം എന്നുണ്ടായിരുന്നു. വോയിസ് നല്ല കാറ്റും മഴയാണ്, അതിൻ്റെ വോയിസ് എന്തായാലും വരും. വോയിസ് ഓവർ കൊടുക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഡയറക്റ്റ് വീഡിയോ എടുക്കുന്നത്. വോയിസ് ഓവർ സെറ്റാവുന്നില്ല. ഒരിക്കലും വോയിസ് ഓവർ കൊടുത്താൽ തന്നെ എനിക്കിട്ട് പണിയായി, എനിക്ക് നല്ല പണിയായത്. അതിൻ്റെ ശേഷം ഞാൻ വോയിസ് ഓവറൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു നിങ്ങളോട്. അപ്പോൾ എല്ലാവരും മാക്സിമം ചാനൽ ഫുള്ളായിട്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ ശ്രമിക്കുക. ചാനൽ ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ കുറേ പേര് ചാനൽ സപ്പോർട്ട് ചെയ്യാനാണ്, സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും 40% ആൾക്കാരുള്ളൂ ചാനൽ സബ് ചെയ്തിട്ട് വീഡിയോ കാണുന്നത്. 60% ആൾക്കാരും വീഡിയോ സബ് ചെയ്യാണ്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കാണുന്നില്ല എന്നല്ല, എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ സബ് ചെയ്യുന്നില്ല, ചാനൽ സബ് ചെയ്യുന്നില്ല. ചാനൽ സബ് ചെയ്ത് തുടങ്ങൾക്ക് ഒന്നും പോകാനല്ലേ ഗൈസ്, ഒരു സബ്സ്ക്രൈബല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. അപ്പോൾ അതൊന്ന് ചെയ്യുക, എല്ലാവരും മാക്സിമം ചാനൽ സബ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഇന്നിപ്പോൾ വർക്കില്ല, ഇന്നലെ വർക്ക് ഉണ്ടായിരുന്നു, മഴയായിട്ടാണ് അവസ്ഥ. എല്ലാവരുടെയും വർക്ക് സ്റ്റോപ്പാണ്, എൻ്റെ സ്റ്റോപ്പായി, ഫുള്ള് ലീവിലാണ്. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. പിന്നെ ഉമ്മ അവിടെ ഉണ്ട്, ഹോം ടൂർ ചെയ്യാൻ പറയുന്നുണ്ട്. ഹോം ടൂർ ഞാൻ ചെയ്യാം. ഇപ്പോൾ കുറച്ച് നേരത്തിറക്കം കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഹോം ടൂർ ഇടിച്ചിനായതുകൊണ്ട്. ഗൈസ്, ഹോം ടൂർ എന്തായാലും ഇടണ്ട്, ഇൻഷാ അല്ലാ എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് തരാം, ഒക്കെ അടിപൊളിയായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഒരു ഇതില്ല ഗൈസ്, ഒരു എന്താ പറയുക, അതിനുള്ള ഒരു ലൈറ്റും കാര്യങ്ങളൊന്നും സെറ്റപ്പൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇത് എൻ്റെ പഴയ മാമൻ്റെ വീടാണ്, പക്ഷെ ഇവിടെ ആളൊന്നുമില്ല, മാമ വിറ്റ വീടാണ്. ഞാൻ ആ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് എപ്പോഴും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കൽ. ഇത് മാമൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി വിറ്റ വീടാണ്. അപ്പോൾ ഇവിടെ ആളില്ല, അപ്പോൾ ഇവിടെ വന്നിങ്ങനെ ഇരിക്കും. ഇവിടെ ഫ്രണ്ടിൽ വലിയ തിണ്ടുണ്ട്, അപ്പോൾ അവിടെ വന്നിരുന്നിട്ടൊക്കെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യൽ. ഇതാകുമ്പോൾ ആരും ഒരു ശല്യപ്പെടുത്താനൊന്നുമില്ല ഇവിടെ. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഉണ്ടാവും, ബാക്ക്ഗ്രൗണ്ടിൽ ഈ പക്ഷികൾ അങ്ങനെയുള്ള ഐറ്റംസ് എന്തായാലും നല്ല വോയിസ് ഉണ്ടാവും, അത് നിങ്ങളത് ക്ഷമിക്കുക. ഞാൻ മൈക്കും കാര്യങ്ങളൊന്നുമില്ല, സാധാ ഫോണിൽ തന്നെയാണ് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ കമ്മികളും പോരായ്മകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക നിങ്ങളെല്ലാവരും. പിന്നെ ഉമ്മാനെ കുറേ പേര് ഇന്നലെ മിനിഞ്ഞാന്ന് കല്യാണത്തിന് പോയിട്ട് കുറേ പേര് കണ്ടു, സംസാരിച്ചു, പറഞ്ഞിട്ട് ഉമ്മക്ക് ഭയങ്കര സന്തോഷം.
വൈകുന്നേരം വീട്ടിൽ വന്ന് കുറേ വട്ടം എന്നോട് പറഞ്ഞു, അങ്ങനെ കണ്ടിട്ട് കുറേ പേര് സംസാരിച്ചു, കുറേ പേര് നിന്നെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സന്തോഷമായിരുന്നു ഉമ്മക്ക്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആവുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ട് ഉണ്ടാവണം ഗൈസ്, എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം, എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്, എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും എന്നെയും എൻ്റെ കുടുംബത്തിനെയും എല്ലാവരെയും ഉൾപ്പെടുത്തണം എല്ലാവരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഉമ്മ അവിടെ എന്തൊക്കെയോ പണിയിലാണ്, പോയി നോക്കട്ടെ എന്താ കാട്ടെന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ ഉമ്മ പറഞ്ഞു വീഡിയോ ഒന്നും എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ചൂടായി. ഇവിടെ പണിയിലാണ്, നീ അവിടെ പോയിരിക്കുക എന്നൊക്കെ പറഞ്ഞു ഗൈസ്. പിന്നെ കുക്കിംഗ് വീഡിയോ എടുക്കാൻ പറഞ്ഞവർ, കുക്കിംഗ് വീഡിയോ എടുക്കുക പറഞ്ഞാൽ ഞാൻ വർക്ക് ഉണ്ടെങ്കിൽ ഞാനൊരു 8 മണിയാകുമ്പോൾ എണീക്കും. 8 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ ഞാൻ എണീച്ച് വരുമ്പോഴേക്കും അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഞാൻ എന്ത് കുക്കിംഗ് വീഡിയോ എടുക്കാനാണ് ഗൈസ്, അത് നിങ്ങൾ പറഞ്ഞത്. അതാണ് മെയിനായിട്ടുള്ള കണ്ടൻറ്റ്. കുക്കിംഗ് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത്. പക്ഷേ അത് എടുക്കാൻ ഇതാണ് അവസ്ഥ. ഞാൻ എണീച്ച് വരുമ്പോഴേക്കും അടുക്കളയത്തെ എല്ലാ പണിയും കഴിഞ്ഞു. പിന്നെ അവിടെ ഒരു പണി ഉണ്ടാവില്ല, മെയിനായിട്ട് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു നേരം ഫുഡ് വയ്ക്കുള്ളൂ, ചോറ് വയ്ക്കണമെങ്കിൽ കറി വയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണമെങ്കിൽ ഒറ്റ നേരം വയ്ക്കുള്ളൂ. രാവിലെ വൈകിട്ട് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഉള്ളതിലേക്ക് ആവും. പിന്നെ പിറ്റേ ദിവസം രാവിലെ വയ്ക്കുക, 2 നേരം വയ്ക്കലുള്ള പരിപാടിയില്ല. പിന്നെ എപ്പോഴെങ്കിലും മാത്രമാണ്, എന്തെങ്കിലും പരിപാടികൾക്ക് മാത്രമാണ് 2 നേരമൊക്കെ വയ്ക്കുള്ളൂ. അങ്ങനെ പരിപാടിയൊന്നും വരാറില്ല. മാക്സിമം രാവിലെ തന്നെ എല്ലാം സെറ്റാക്കും വീട്ടിൽ. അപ്പോൾ അതുകൊണ്ടാണ് കുക്കിംഗ് വീഡിയോ അധികം എടുക്കാത്തത്. പിന്നെ എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇപ്പോൾ അവിടെ അടുക്കളയിൽ മുരിങ്ങ എന്തോ വയ്ക്കുന്നുണ്ട്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സംഭവമാണ് മുരിങ്ങ. അവിടെ എന്തോ ചെയ്യണമെന്നുണ്ട്, മുരിങ്ങയൊക്കെ പൊട്ടിച്ച് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഒന്ന് പോയി നോക്കട്ടെ ഗൈസ്. അപ്പോൾ അവിടെ എത്തിയിട്ടാണ് ഗൈസ്. മുരിഞ്ഞ് വരാൻ വന്ന ആളാ, മാല കോർത്തുകൊണ്ടിരിക്കുന്നൊക്കെ അവിടെ നിന്നിട്ട്. എന്തായിരുന്നു എന്തായിരുന്നു മാല കോർക്കുക? നിങ്ങൾ മുരിഞ്ഞ് വരാൻ വന്നല്ലേ? കുറേ പേരത്തെ നിങ്ങളടുത്ത് സലാം പറഞ്ഞിട്ടുണ്ട്, തിരിച്ച് സലാം പറയും. ഉറക്കനെ പറയും, കേക്കട്ടെ അവര്. എല്ലാവരും തിരിച്ച് സലാം പറയും. അറിയ എല്ലാവർക്കും സലാം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മുരിഞ്ഞൂരിലാണ് പണി.